അല്ല 16ന്റെ പണി കിട്ടിയ വർക്കുകളാണ് കേട്ടോ ഇന്നത്തേത്. കോൺസിന്റെ പണിയിൽ ഇരുന്നപ്പോഴത്തേക്കാണ് പെട്ടെന്നൊരു മെസ്സേജ് വന്നത്, എടാ നാളെയാണ് നമ്മുടെ വർക്ക്, ഓർമ്മയുണ്ടല്ലോ അല്ലേന്ന്. ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് നെട്ടി കേട്ടോ. കാരണം ഇങ്ങനെ ഒരാൾ എന്റെ ബുക്കിംഗ് ലിസ്റ്റിൽ ഇതുവരെയും ഞാൻ എഴുതിയിട്ടില്ല. സംഭവം പുള്ളിക്കാരെ എന്നെ എൻക്വയറി ചെയ്തത് മെയിലാണ്, പക്ഷേ ബുക്കിംഗ് ചെയ്യാനായിട്ട് ആള് മറന്നുപോയി. അതായത് അഡ്വാൻസ് ഇടാൻ മറന്നുപോയി. ഞാൻ അഡ്വാൻസ് ഇട്ടോ എന്നുള്ള കാര്യം ചോദിച്ചപ്പോഴത്തേക്കാണ് ചേച്ചി പറഞ്ഞത് ഇട്ടിട്ടില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? കാരണം എനിക്ക് ഓൾറെഡി 2 വർക്കുകൾ സെപ്റ്റംബർ 11 ഉണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഈ ഫുൾ എൽബോ ലെങ്ത് എടുക്കുന്നത് ഇച്ചിരി ടാസ്ക് ആയിരുന്നു. അവസാന സമയത്ത് ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷൻ ആയിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യുമെന്ന് ഞാൻ ഇങ്ങനെ കുറെ ആലോചിച്ചു. അവസാനം ഞാൻ വർക്ക് കൺഫേം ചെയ്തു. ബ്രൈഡിന്റെ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഇതേ 1 അല്ല 2 അല്ല 3 ട്രെയിനും പാസ് ചെയ്തിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെയും കുറച്ച് ടൈം ഡിലേ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ബ്രൈഡിന്റെ ലൊക്കേഷൻ വരുന്നത് ചെറിയങ്കീഴ് കടകത്തായിരുന്നു. അപ്പൊ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്താലേ അടുത്ത വർക്കിന് പോകാൻ പറ്റത്തുള്ളൂ. അടുത്ത വർക്കിന് പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കാണ് ഒരു 18ന്റെ പണി എനിക്ക് അവിടെയും കിട്ടിയത്. ഇവിടെയും ബ്രൈഡ് മുന്നേ എൻക്വയറി ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. കൺഫേം ചെയ്യാനാണ് മറന്നത്. രണ്ടാമത്തെ ബ്രൈഡിന്റെ ലൊക്കേഷൻ വർക്കലയാണെന്നാണ് എന്റെ മനസ്സിലിരുന്നത്. ബ്രൈഡിന്റെ അടുത്ത് ഞാൻ തലേ ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നു ലൊക്കേഷന്റെ കേസ്, പക്ഷെ ആള് തിരക്കായതുകൊണ്ട് ആള് വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവസാനം ഫസ്റ്റ് ബ്രൈഡിന്റെ വീട്ടിൽ നിന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് ഞാൻ അറിയുന്നത് ചാത്തന്നൂരായിരുന്നു രണ്ടാമത്തെ ലൊക്കേഷൻ. ഫസ്റ്റ് എന്റെ അടുത്ത് ബ്രൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എൻക്വയറി ടൈമിൽ ചാത്തന്നൂരാണെന്ന്. ഞാൻ സംഭവം അത് വിട്ടുപോയതാണ്. അങ്ങനെ നമ്മൾ നേരെ ഇവിടെ വന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഓടിയെത്തി ഈ സമയത്തെങ്കിലും തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒട്ടും ഉറപ്പില്ലായിരുന്നു. ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് നമ്മൾ ടൈമിന്റെ വാല്യൂ മനസ്സിലാക്കുന്നതല്ലേ. അങ്ങനെ മൂന്നാമത്തെ ബ്രൈഡിന്റെ വീട്ടിൽ ഓടി എത്തിയിട്ടുണ്ടായിരുന്നു. 8:30 ഇവിടെ എത്തിയത്. 2 കൈയും 2 കാലും ഒക്കെ നമ്മളിതേ കംപ്ലീറ്റ് ചെയ്തു. 10 മണിയായപ്പോഴത്തേക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മണമ്പൂരായിരുന്നു കേട്ടോ ഈ ലൊക്കേഷൻ വരുന്നത്. അൽഹംദുലില്ലാ 3 വർക്ക് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ വർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഒക്കെ ചെയ്യാം. ടാറ്റാ ബൈ ബൈ, സീ യു.